പലക്കുണ്ടറ സ്വദേശി വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഭർത്താവ് മുത്തീഷിന്റെ ഇനി പോകുന്നില്ല. പക്ഷെ എന്തോ പോകാൻ തോന്നുന്നില്ല. പൊന്നു മോളെ, ലോകത്ത് പലതും നടക്കും, അങ്ങനെ പല വാർത്തയും കേൾക്കും. അതെല്ലാം നമ്മളെ ജീവിതമായിട്ട് എടുത്തു വെച്ചിട്ട് നീ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആർക്ക് പോയി? നമ്മളെ കുടുംബത്തിന് പോയി. അവൻ കള്ളുടിക്കുന്നില്ല, അവന് വേറെ പെണ്ണില്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണ്, അപ്പൊ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ക്ഷമിക്കണം. ഒരുപക്ഷെ ഈ മോളും പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിലേ. മലയാളി യുവതിയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ ഇനി പോകുന്നില്ല ദുബായിൽ. വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ എത്ര ചാൻസ് കൊടുത്തു മോള്? 3 ചാൻസായി. ഇനി ചാൻസ് ഇല്ല. ഇനി ചാൻസ് കൊടുക്കേണ്ടത് അവന്റെ പാരന്റ്സിനാണ്. 4ാമത്തെ സ്റ്റെപ്പ് അവർ വരട്ടെ. മോളിനി പോവില്ല. ഇനി എനിക്ക് പറയാനുള്ളതേ മോളോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പനോടല്ല. നമുക്ക് പറയാനുള്ളത് മോളോടാ. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കള് വന്ന് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പാരന്റ്സ് കാതുകൊണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ, ഹൃദയം കൊണ്ടൊന്നും കേൾക്കാറില്ല. കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരോടാണ്, ഉപ്പമാരോടാണ് പറയാനുള്ളത്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് പറയാനുണ്ട്, അവരുടെ ഹൃദയം കൊണ്ട് കേൾക്കാൻ പറ്റും. കല്യാണം കുടുംബ ബന്ധങ്ങൾ ചേരുന്നതാണ്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുടുംബവും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാതാപിതാക്കളും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ആളുകൾ എന്തൊക്കെ വിചാരിക്കുമെന്നൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടി എന്ത് വിചാരിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ഉപ്പമാര് അച്ഛന്മാരൊന്നും വിചാരിക്കാറില്ല. നമ്മുടെ കുട്ടികളും പലതും വിചാരിക്കുന്നുണ്ട്. വെറും പൈസ കൊടുക്കേണ്ട കടബാധ്യതയല്ല നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുന്നത്. അത്രയും പ്യൂരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ട് കൈ ഏൽപ്പിക്കുന്ന സമയത്ത് പണം മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹം എങ്ങനെയാ, അദ്ദേഹത്തിന്റെ കുടുംബം, ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ മക്കള് പ്രശ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഒരു അച്ഛൻ എന്ന നിലക്ക്, ഒരു അമ്മ എന്ന നിലക്ക്, ഒരു ഉപ്പ നിലക്ക്, ഉമ്മ നിലക്ക് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ ഇറങ്ങി പോകലല്ല വേണ്ടത്. അവസരം കൊടുക്കുക, ചാൻസ് കൊടുക്കുക. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആ ചാൻസ് കൊടുക്കുന്നത് നിർത്തണം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. പോയില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വാർത്ത കാണുന്നില്ലേ, ദിവസം കുട്ടികൾ മരിക്കുക. കാരണം അവർക്ക് തിരിച്ചു പോകാൻ ഇടമില്ലെന്നേ. തിരിച്ചു പോകാൻ ഇടമില്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? ഇതെല്ലാം അവസാനിപ്പിക്കാന്ന് കരുതും. എന്നാ അവസാനിച്ചോ? ഒന്നും അവസാനിച്ചിട്ടില്ല. കേൾക്കുന്ന ഉപ്പമാരോടാണ്, കേൾക്കുന്ന അച്ഛന്മാരോടാണ്, കേൾക്കുന്ന പുരുഷന്മാരോടാണ്. ഒരു പുരുഷൻ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാകുമ്പോഴാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമ ആരെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ പെണ്ണിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം കല്യാണമൊന്നുമല്ല, അതിനപ്പുറം വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. കല്യാണം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഭർത്താവ്, മക്കൾ, കുടുംബം, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിൽ ആരെങ്കിലും ഒരാള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അവർ നമ്മുടെ കൂടെ ഉണ്ടായില്ലെന്ന് വെച്ച് ജീവിതം തീർന്നു എന്ന് കരുതരുത്.